നമുക്കൊരു പരിചയമില്ലാത്ത ആളുകൾക്ക് നമ്മൾ കടം കൊടുക്കില്ല. നമ്മൾക്ക് പരിചയമുള്ള തരുന്ന വിശ്വാസമുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ പല ആളുകളും പല റിസ്ക് ബിസിനസ് തന്നെ റിസ്കിൽ വന്ന് വീണ് ബിസിനസ് തന്നെ ക്രോസ് ചെയ്തത് റേറ്റ് കൊടുത്തതിന്റെ പേര് നമുക്കറിയാം. ഇതിനെയാണ് ഒന്ന് സൂക്ഷിക്കണേ, ക്രെഡിറ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണേ എന്ന് പറയുമ്പോൾ അതിലെ ഈ പോസിറ്റിവിറ്റി കാണാതെ അതിലെ നെഗറ്റിവിറ്റി മാത്രം, അതായത് ഇതൊക്കെ എൻ്റെ അടുത്തൊരു ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ പച്ചക്കറിലുള്ള ആളാണ്, ഞാനിതൊക്കെ ചെയ്യും, തിരക്കടൊന്നുമില്ല, ബിസിനസ് 4 ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല, ഇനി ഇങ്ങനെ ബലം പിടിച്ചോ. ഈ ബലം പിടിക്കുമ്പോൾ ഞാൻ അവനോട് പറയുന്നത് അതാണ്, ബലം പിടിച്ചേ പറ്റൂ. പച്ചക്കറിലുള്ള ഒരാൾക്ക് ബിസിനസ് പറ്റില്ല. കാരണം അവൻ്റെ കുട്ടിയെ കൊല്ലും. ഈ പച്ചക്കറിൽ വെച്ചിട്ട് എന്താ ചെയ്യുന്നത്? സ്വന്തം കുട്ടിയാണ് അവർ കൊല്ലുന്നത്. അതെ. എന്നിട്ട് ആർക്കാണ് സഹായിക്കുന്നത്? ഇങ്ങനത്തെ പറ്റിക്കുന്ന ആളുകളെ സഹായിക്കുന്നു. ചില ആളുകൾ അങ്ങനെയാണ്, അവർ നമ്മളിൽ അഡ്വാൻറ്റേജ് എടുക്കും. അത് നമുക്ക് മാറ്റാനൊന്നും കഴിയില്ല. പക്ഷെ അപ്പോഴൊക്കെ തന്നെ നമ്മുടെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടായിരിക്കണം. വേറൊന്ന് രാജ്, ഇപ്പം ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാനൊരു ഷോപ്പുകാരനായിരിക്കുമല്ലോ കടം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹോൾസെയിൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഷോപ്പുകാർക്കായിരിക്കും. അല്ലാതെ വ്യക്തികൾക്കൊന്നും ഇപ്പോൾ മൊബൈൽ ഫോണുകളൊന്നും കടം കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും. വ്യക്തികൾക്ക് കൊടുത്താൽ അത് തിരിച്ച് കിട്ടില്ല, ഉറപ്പായിരിക്കും. ഇപ്പം ഈ പറയുന്ന ഷോപ്പുകാരന് കൊടുത്താൽ എൻ്റെ റിസ്ക് എന്താണെന്നറിയോ? എൻ്റെ ഈ കുട്ടിയെ ഞാൻ വിജയിപ്പിക്കണം. ഓൾറെഡി അത് എൻ്റെ റിസ്ക്കാണ്, കാരണം ഞാൻ ഈ സിസ്റ്റം കൊണ്ടൊന്ന് വിജയിപ്പിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ആർക്കൊക്കെയാണോ കടം കൊടുക്കുന്നത് അവനെയും ഞാൻ വിജയിപ്പിക്കണം. അതെ, എൻ്റെ റിസ്കിലേക്ക് വരികയാണ്. കാരണം അവനെങ്ങാനത് ലോസിന് വിറ്റാൽ എൻ്റെ പൈസ കിട്ടില്ല. അപ്പോൾ അവൻ്റെ കട എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ കയ്യിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിക്കല് മാത്രമല്ല, അതോ എങ്ങനെ വിൽക്കുന്നു, ഇനി അത് വിറ്റ് പോയില്ലേ, വിറ്റുപോയാലല്ലേ എൻ്റെ കാശ് കിട്ടുള്ളൂ. ഈ റിസ്കിനെ നമ്മൾ എല്ലാ ഷോപ്പിനെയും ഫുൾ റിസ്ക് ഏറ്റെടുക്കേണ്ടി വരികയാണ്. കാരണം അവനത് എങ്ങനെ കൊണ്ടുപോകുന്നു. അവൻ ഇപ്പം ഒരു ഉദാഹരണം പറയാം, ഇപ്പം നമ്മളെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന മൊബൈൽ ഫോൺ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, ഒരു മിസ്റ്റേക്സുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3-4 ഐഫോണുകൾ കൊണ്ടുപോയി അവനത് വിറ്റു, നമ്മൾ ക്രെഡിറ്റിനാണ്. ഇവനത് കൊണ്ടുപോയി കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർ അത് തട്ടിപ്പറിച്ചിട്ട് അങ്ങോടി, നമുക്ക് ക്യാഷ് കിട്ടില്ല. കാരണം ഇവനത് കസ്റ്റമറിന് കൊടുക്കുന്നിടത്ത് സൂക്ഷിക്കുന്നുണ്ടോ? എന്തൊക്കെ നോക്കണം എന്നറിയോ? ഞാനൊരു കസ്റ്റമറിന് കൊണ്ടു കൊടുക്കുമ്പോൾ അവൻ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന കസ്റ്റമറിന് അവനൊരു കസ്റ്റമറിന് കൊടുക്കുക, അവൻ്റെ കസ്റ്റമറെ ഐഡന്റിഫൈ ചെയ്തില്ല, ഇവന് കള്ളനാണോ അല്ലെന്ന് ഐഡന്റിഫൈ ചെയ്തില്ല. മാത്രമല്ല ഇത് ബാഗിൽ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിച്ചില്ല. ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്തം ആർക്ക് വന്ന്? ഇന്നും ആ ക്യാഷ് കിട്ടിയില്ല. ഇവന് ഞാൻ കൊണ്ടു കൊടുക്കുമ്പോൾ ഒരാൾ തട്ടിപ്പറിച്ച് പോയി, എനിക്ക് പൈസ ഇല്ല, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. ഇങ്ങനത്തെ അനുഭവങ്ങളാണുള്ളത്. ഇവിടെയാണ് കടം കൊടുക്കേണ്ടെന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആ സാഹചര്യങ്ങൾ വെച്ച് ഇവിടെ നമ്മളിപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, കടം കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചത്. എന്തുകൊണ്ടാണ് സ്പീക്കേഴ്സ് കടം കൊടുക്കരുത് എന്ന് പറയുന്നത്? തിരിച്ചു കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല, പറഞ്ഞ സമയത്ത് തിരിച്ചു കിട്ടാണ്ടിരിക്കുമ്പോൾ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കും. കാരണം ഈ പണം വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റോക്ക് എടുക്കാൻ. ഞാൻ നിങ്ങൾക്കൊരു 1,00,000 രൂപയുടെ പ്രൊഡക്റ്റ് തന്നു, എനിക്കവിടെ എൻ്റെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഔട്ടായി. ലെറ്റ്സ് സേ ഞാനൊരു 20% മാർജിൻ എടുത്തു. 80,000 രൂപയുടെ സാധനമാണ്, അല്ലെങ്കിൽ 1,00,000 സാധനമാണ്, നിങ്ങൾക്ക് 1,20,000 വിറ്റു. 1,20,000 നിങ്ങൾ തന്നിട്ടില്ല. എനിക്ക് ആ 1,00,000 കിട്ടിയെങ്കിലേ എനിക്കിവിടെ ഈ സ്റ്റോക്ക് റീഫിൽ ചെയ്യാൻ സാധിക്കുള്ളൂ, നെക്സ്റ്റ് സ്റ്റോക്ക് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എനിക്കൊരു ഡേറ്റ് തരുന്നു. ഡേറ്റ് വരുമ്പോൾ എനിക്ക് കാൽക്കുലേറ്റഡ് ആണ്, ഇന്ന ഡേറ്റിന് ഇവർ തരും. അപ്പോൾ ഇവർ തരാറുണ്ടോ? ആ തരാറുണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് തരുന്നത്. നിങ്ങൾ ആ ഡേറ്റ് തെറ്റിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഞാൻ സ്റ്റോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടാവും, അവിടെ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തകരുന്നു. കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് പണം തരും, പക്ഷേ ഇവിടെ തെറ്റേണ്ട സാധനം തെറ്റിയിട്ടുണ്ടായിരിക്കും. ഇതുകൊണ്ടാണ് കടം കൊടുക്കരുത് എന്ന് പറയുന്നത്. അതിനർത്ഥം നിങ്ങൾ ഒരാളെയും സഹായിക്കരുതെന്നോ ഒന്നുമല്ല. കാൽക്കുലേറ്റഡ് റിസ്ക്, അത് നമ്മൾ ആ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കൊടുത്താൽ എന്താ സംഭവിക്കുക? എന്നെ അത് എഫക്റ്റ് ചെയ്യുമോ? 2 ആഴ്ച ചിലപ്പോൾ നമ്മൾ പറയും, 2 ആഴ്ച നമ്മൾ വേറൊരാൾക്ക് കമ്മിറ്റ്മെൻറ്റ് 2 ആഴ്ച കൊടുത്തിരിക്കുന്നെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ആ പണം കിട്ടണം. അത് സെക്യൂർ ചെയ്യാണ്. കാരണം നമുക്ക് ഇവിടെ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന നമ്മളുടെ പ്രഷർ, നമ്മൾ പിന്നെ ഫണ്ട് റോൾ ചെയ്യണം, ഫണ്ട് വേറെ സ്ഥലത്ത് നിന്ന് എടുക്കണം, ഇയാൾക്ക് കൊടുക്കാൻ നടക്കണം. ഇവിടെയൊക്കെ നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അവിടെ ആ ബിസിനസ്സിൽ നമ്മൾ എടുക്കുന്ന സാലറിക്ക് നമ്മൾ അവിടെ കമ്മിറ്റഡ് ആണ്. ആ കമ്മിറ്റ്മെൻറ്റ് മീറ്റ് ചെയ്യാതെ ആസ് ആൻ ഓണർ നമ്മൾ വീണ്ടും ഓടുകയാണ്. മാനേജർ ഓടുമോ ഫണ്ട് റേസ് ചെയ്യാൻ? ഇല്ല. തൊഴിലാളികൾ ആരെങ്കിലും ഓടുമോ? ഇവിടെ പ്രോബ്ലം ഉണ്ടെന്ന് ഫണ്ട് റേസ് ചെയ്യാൻ? ഓണേഴ്സ് മാത്രമാണ് ഓടാൻ പോകുന്നത്, അല്ലേ? അപ്പം നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓണേഴ്സ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. ഇവിടെ റിവ്യൂ ചെയ്യുകയോ ഈ റിസ്കിന്റെ പിന്നിൽ.
അപ്പോൾ അടച്ചാക്ഷേപിക്കുകയല്ല കടം കൊടുക്കരുത് എന്നുള്ളത്, കാൽക്കുലേറ്റഡ് ആയിരിക്കണം, അഫോർഡബിൾ ആയിരിക്കണം. ഇത് ഇനിയിപ്പോൾ അയാൾ തന്നിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു ഡിലേ വന്നാലും അവിടെ എനിക്ക് സെക്യൂർഡ് ആയിട്ട് ഇന്ന ഫണ്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടിയിട്ടായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ കടം കൊടുക്കണ്ടെന്നല്ല പറയുന്നത്, കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഈ കാര്യങ്ങൾ എന്തും നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നതിനെ വേണ്ട, ഇവർ പറയാത്തത് ഇങ്ങോട്ട് ആരോപിച്ചിട്ട് അതിന് മറുപടി പറയാ എന്നുള്ളതിനാണ്. ഇപ്പൊ അതാണ് ഞാൻ രാജ് എന്ത് പറയുന്നു എന്നുള്ളതല്ല, രാജ് പറയുന്നതിൽ ഏറ്റവും എനിക്ക് അടിക്കാൻ പറ്റിയ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുകയും എന്നിട്ട് ഞാനിത് രാജ് പറഞ്ഞു എന്ന് പറയുകയും എന്നിട്ട് ഞാൻ അതിന് മറുപടിയും പറഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രതിക്കൂട്ടിലാവും എന്ന പോലെ. ഇപ്പൊ ഇതിലൊക്കെ നമ്മളെ സംസാരത്തിലൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ നമുക്ക് വേണമെങ്കിൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മളത് നമ്മളുടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അവരും നമ്മൾ തെറ്റ് ഇങ്ങനെയൊന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയട്ടെ എന്ന് വെക്കല്ല, നിവർത്തിയൊന്നുമില്ല. നമ്മളതിന് മറ്റൊരാൾക്ക് മറുപടി കൊടുക്കാനും ബാധ്യസ്ഥരല്ല. നമ്മുടെ അനുഭവങ്ങൾ നല്ല ഉദ്ദേശത്തിൽ നമ്മൾ ഷെയർ ചെയ്യുന്നു. ഇപ്പൊ ഈ വിശ്വാസം പോലും പോലെ, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഞാൻ എൻ്റെ അടുത്തുള്ള ഇസ്ലാം മത വിശ്വാസം ഞാനത് എനിക്ക് ഇതുപോലുള്ള ഒരാൾ വേറെ ഇല്ലല്ലോ. കാരണം ഒരു മതവിശ്വാസത്തിൻ്റെ ഈ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഒന്നാവണ്ടേ. ഇന്ന് ലോകത്ത് എത്രയോ കോടി ആളുകൾ